ശാരികയുടെ പെരുമാറ്റം വളരെ മോശമായിപ്പോയി ദേവിക. എന്തു പറ്റി? ഞാൻ വെട്ടി തുറന്നു തന്നെ പറയാം. എന്റെ അനിയന് പെണ്ണ് കിട്ടാതെ കിടക്കൊന്നുമല്ല. ദേവിക ഒറ്റയാളെ കരുതിയിട്ടാ ഞാൻ ക്ഷമിച്ചു നിന്നത്. വീട്ടിൽ അമ്മ പറഞ്ഞപ്പോ പോലും ഞാൻ ശാരിക എങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ദേവികയുടെ അനിയത്തി മര്യാദയില്ലാത്ത രീതിയിലാ സംസാരിച്ച്. ദേവിക, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗൗരി, ഫോൺ കട്ടേ. ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിക്കാം. എന്ത് ഭാവിച്ച അവളെ നിൽക്കുന്നെന്ന് എനിക്ക് അറിയണമല്ലോ. ഗൗരി, ഫോൺ വെച്ചോ. ദേവിക, ഞാൻ ദേവികയെ കാര്യങ്ങളൊന്നും അറിയിച്ചതാ. നവീന് വാക്കും കൊടുത്തു, ആഗ്രഹങ്ങളും കൊടുത്തു. ഇത്രയും മുമ്പോട്ട് പോയി. ഇനിയിപ്പോ അവനോട് ശാരികയുടെ താല്പര്യക്കുറവ് പറഞ്ഞ അവന് നല്ല പ്രയാസമാവും. ചിലപ്പോ ഇനി ഒരു കല്യാണവും വേണ്ടെന്ന് വെച്ച് കളയും. സത്യം പറഞ്ഞ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി ദേവിക. ദേവികയെ ഞാൻ വിഷമിപ്പിക്കുന്നൊന്നുമല്ല. ഈ ആലോചന അബദ്ധമായെന്ന് തോന്നുക. വേണ്ടായിരുന്നു. ഏയ് ഗൗരി, എന്തായി പറയുന്നേ? ഞാൻ ദേവികയെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞതാ. നീ പാവം, അനിയത്തിക്ക് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നു. പക്ഷെ അവളത് മനസ്സിലാക്കുന്നില്ല. അമ്മ പറയുന്നത് ശാരികയുടെ മനസ്സിൽ വേറെ ആരോ ഉണ്ടെന്നാ. ഏയ് ഇല്ല ഗൗരി, അവൾ അവക്ക് തോന്നുന്നത് വെട്ടി തുറന്ന് പറയും. പിന്നെ പിടിവാശിയുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അവക്ക് പ്രേമമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളത് എന്നോട് പറയുമായിരുന്നു. അതെ, ഞാനും അമ്മയോട് ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിൽ ഗൗരി സംശയിക്കേ വേണ്ട. അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉള്ളത് കാരണമല്ല അവളിങ്ങനെ വിവാഹം നീട്ടിക്കൊണ്ടു പോകുന്നത്. ഇനി അഥവാ അമ്മ സംശയിച്ചതുപോലെ ശാരികയ്ക്ക് പ്രേമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ദേവിക. എന്റെ അനിയനെ അവഗണിക്കുന്നത് പോലെയുള്ളൊരു പരിപാടിയാ അത്. ഒരു തരത്തിലുള്ള ചതി. ഇനി കല്യാണം ഉറപ്പിച്ചു കഴിയുമ്പോ ശാരിക ഏതെങ്കിലും ഒരു പ്രേമത്തിന്റെ കാര്യവും പറഞ്ഞു വന്ന ഞാൻ ആരാണെന്ന് ശാരിക അന്നറിയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഗൗരിക്ക് ഒരിക്കലും ശാരിയോട് ചോദിക്കേണ്ടി വരില്ല. അവളോട് ഞാൻ ചോദിക്കും. ബാക്കി എന്ത് വേണോന്ന് എനിക്കറിയാം. ഇതിപ്പോ അവള് പറഞ്ഞു തന്നെയാ കാര്യം. അവക്ക് ഒരു ജോലി വേണം, അതിന് പഠിപ്പ് പൂർത്തിയാവണം. ആയിക്കോട്ടെ, നവീനൊന്ന് ശ്രമിച്ച ദുബായിൽ തന്നെ അവക്കൊരു ജോലി കിട്ടില്ലേ? പിന്നെ പഠിത്തം പൂർത്തിയാക്കട്ടെ. പക്ഷെ ഒരു നിശ്ചയം കഴിച്ചു വെക്കാലോ. അവനും ഒരു ഉറപ്പും പ്രതീക്ഷയൊക്കെ വേണ്ടേ ദേവിക? നമ്മള് പെണ്ണുങ്ങളാ, പെണ്ണുങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തന്നെ നിൽക്കണം. പക്ഷെ എന്നും പറഞ്ഞ് ആണുങ്ങൾക്കും ഇല്ലേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ? അതും കൂടി ഒന്ന് മനസ്സിലാക്കണ്ടേ? ഗൗരി, ഒന്ന് സമാധാനിക്ക്. ഇന്ന് തന്നെ ഞാൻ അവളോട് സംസാരിക്കാം. വൈകുന്നേരം മുരളീട്ടനും ഉണ്ടാവും. ഞങ്ങൾ പോയി അവളോട് കാര്യങ്ങൾ ചോദിക്കാം. അത് ശാരികയോട് ചൂടാവൊന്നും ചെയ്യരുത്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക. ഇന്ന് തന്നെ പോണോന്നൊന്നുമില്ല. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. ഉറപ്പാ ഗൗരി, ഒരാഴ്ചക്കകം നമുക്ക് എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കാം.